നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നേടിയ വൻ വിജയത്തിനെതിരെ നടി മേഘ്ന എലൻ കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സ് ഇത്ര ചർച്ചയാകുന്നില്ല. തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ ആഘോഷിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അടുത്തിടെ ചില മാധ്യമങ്ങളോട് നടി പറഞ്ഞിരുന്നു. കേരളത്തിലുള്ളവർ തമിഴ് സിനിമകളെ വിജയിപ്പിക്കാറില്ലെന്നും അവിടെ ആകെ വിജയിക്കുന്നത് വിജയ് സിനിമകൾ മാത്രമാണെന്നും മേഘ്ന വിമർശിച്ചിരുന്നു. മേഘ്ന അഭിനയിച്ച അരുമാപ്പെട്ടി ശക്തിവേൽ എന്ന സിനിമയുടെ റിലീസിന് പിന്നാലെയായിരുന്നു നടി മഞ്ഞുമൽ ബോയ്സിനെയും മലയാളി പ്രേക്ഷകരെയും വിമർശിച്ചത്. താനൊരു മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മേഘ്ന സംസാരിച്ചു തുടങ്ങിയത്. കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സിന് ഇത്രത്തോളം പ്രതികരണമൊന്നുമില്ല. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഈ സിനിമ ആഘോഷിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. വ്യത്യസ്തമായി എന്തെങ്കിലും കൊടുത്തോ എന്നും അറിയില്ല. ഞാൻ സിനിമ കണ്ട ആളാണ്, പക്ഷെ ഈ പറയുന്ന രീതിയിൽ തൃപ്തികരമല്ലത്. അങ്ങനെ ഒന്നും കിട്ടിയുമില്ല. ചെറിയ സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരാൾ ഒരു ഹൈപ്പ് കൊടുത്താൽ വരുന്നവരെല്ലാം ആ സിനിമയെ വെറുതെ പ്രശംസിക്കുകയാണ്. ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കാൻ അതിൽ എന്താണ് ഉള്ളതെന്നും മനസ്സിലാകുന്നില്ല. മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ചെറിയ സിനിമകൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം ഞങ്ങളുടെ സിനിമയ്ക്കും നൽകണം. ഇവിടെ മലയാള സിനിമകൾ വലിയ ആഘോഷമാക്കുന്നത് പോലെ കേരളത്തിൽ ആരും തമിഴ് പടങ്ങൾ ആഘോഷിക്കുന്നില്ല. ചെറിയ സിനിമകൾ അവിടെ വരുന്നതും പോകുന്നതും അറിയുന്നില്ല. വിജയ് സിനിമകൾ മാത്രമാണ് കേരളത്തിൽ ആകെ ഹിറ്റാകുന്നത്. മറ്റൊരു തമിഴ് സിനിമയും അവിടെ കാണാൻ പോലും കിട്ടില്ല. അവർ തമിഴ് സിനിമകളെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഇവർ മലയാള സിനിമകളെ ഇത്ര പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. മേഘ്ന പറഞ്ഞത് ഇങ്ങനെ. എന്നാൽ മേഘ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അരുമാപ്പെട്ടി ശക്തിവേലിന്റെ സംവിധായകൻ രമേശ് കന്ദസ്വാമി നടിയുടെ പരാമർശത്തെ തിരുത്തുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സിൽ ഇമോഷൻസ് കണക്ട് ആകുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം പറയുന്നത്. സംവിധായകന് കാര്യം മനസ്സിലായെന്നും ഇതുപോലെ മണ്ടത്തരം പറയുന്ന നടിമാരെ സിനിമയിൽ നിന്ന് പുറത്താക്കണമെന്നും ആളുകൾ കമന്റ് ചെയ്തു. വീഡിയോ വൈറലായതിന് പിന്നാലെ കേരളത്തിലെ സിനിമാ പ്രേക്ഷകരും നടിക്കെതിരെ രംഗത്തു വന്നു. മലയാളികൾ അടുത്ത കാലത്ത് തിയേറ്ററുകളിലെത്തി കണ്ടു വിജയിപ്പിച്ച തമിഴ് സിനിമകൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മലയാളി പ്രേക്ഷകരുടെ മറുപടി നൽകിയത്. രാക്ഷസൻ, പോർത്തുഴിൽ, കൈദി, വിക്രം, പൊന്നിയിൻ സെൽവൻ, ജയിലർ തുടങ്ങിയവയുള്ള ചിത്രങ്ങൾ കേരളത്തിൽ വിജയിച്ചതാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി.